ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മോരുകറിയാണ്. നമുക്ക് മോരുകറിക്കുള്ള അരപ്പ് അരച്ചെടുക്കാം. ജാറിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ജീരകം, ചെറിയ ഉള്ളി, പച്ചമുളക്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഈ പരുവത്തിൽ വേണം അരപ്പൊന്ന് അരച്ചെടുക്കാൻ. വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ വേണം വെണ്ടയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാൻ. ചട്ടി ചൂടായിട്ടുണ്ട്, അതിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വെണ്ടയ്ക്ക വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. വെണ്ടയ്ക്ക വഴറ്റിയെടുത്ത അതേ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഉലുവ ചേർത്ത് കൊടുക്കുക, ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വന്നിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, അതിലോട്ട് ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായി വരണം. വെണ്ടയ്ക്കയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇനി ഇതിന് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് 2 നുള്ളു കായപ്പൊടിയും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി എടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക മോരുകറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയത്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ കമന്റ് ചെയ്യുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നാളെ കാണാം.